ബ്രസീലുമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് ബ്രസീലിൽ യൂറോപ്യൻ യൂണിയൻ, അതായത് യൂറോപ്പ് ശരിക്കും അമേരിക്ക അടുത്ത് നല്ല രീതിയിൽ അൽവ ജിലേബിയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അമേരിക്ക ഒന്നിനും വഴങ്ങുന്നില്ല, യൂറോപ്പിൻ്റെ അടുത്ത് ഒരു രീതിയിലും അടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. യൂറോപ്പിൻ്റെ കംപ്ലീറ്റ് ഫോറിൻ പോളിസിയും അടവ് നയങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പം. അതിനിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് യൂറോപ്പ് തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഇപ്പം ബ്രസീലിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എനർജി റിസോഴ്സ് യൂറോപ്പിന് ഭയങ്കരമായിട്ടുള്ള ഷോർട്ടേജ് ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനിലെ കമ്മീഷണറായിട്ടുള്ള ഉർസുല ഫോണ്ടർ ലൈൻ, ഈ ഉർസുല ഫോണ്ടർ ലൈൻ ഇവർ പോയിട്ട് ബ്രസീലിന്റെ ലുലുവായുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് ബ്രസീലുമായിട്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് ഇവർ പ്രപ്പോസൽ ചെയ്തത്. പക്ഷെ ആ സമയത്ത് തന്നെ ലുല പറഞ്ഞത് ശരിക്കും അതായത് കംപ്ലീറ്റ് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ എല്ലാം തന്നെ അമേരിക്ക ഓൾറെഡി തന്നെ സൈൻ ചെയ്ത് ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു മറുപടിയാണ് ആ ഒരു ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഉർസുല ഫോണ്ടർ ലൈനിന് റിപ്ലൈ കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രസീലുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് താരിഫും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ബ്രസീലുമായിട്ടുള്ള കംപ്ലീറ്റ് ഡീലിങ്സ് ഒക്കെ അമേരിക്ക നേരെ ചൊവ്വയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രസീലിന്റെ കോഫി, ബീഫ് ഇതേപോലത്തെ കാര്യങ്ങൾക്കെല്ലാം തന്നെ അവിടെ ടാക്സ് ഉണ്ടായിരുന്നു. ആ ടാക്സുകളെല്ലാം മാറ്റിക്കൊണ്ട് അമേരിക്ക ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും, ഇറ്റ്സ് അറൌണ്ട് 20 days. ആ ഒരു 20 ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്രസീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു തീരുമാനമുണ്ടായത്. അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ബ്രസീലിന്റെ അടുത്തിരുന്നും റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് അമേരിക്കയും ബ്രസീലും തമ്മിലുള്ള ഡീലിങ്സ് ഓക്കെ ആക്കിയത്. അപ്പോൾ എന്തായാലും ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് മേജർ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക റെയർ എർത്ത് എലമെന്റ്സിന് വേണ്ടിയിട്ട് ഡൈ ഹാർഡ് വർക്ക് ചെയ്യാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. തപ്പിപ്പിറക്കി നടക്കുകയാണ്. അതായത് ഏതൊരു ചെറിയ രാജ്യം കൈ കിട്ടിയാലും, ഈവൻ നേപ്പാൾ കിട്ടിയാൽ പോലും അവർക്ക് റെയർ എർത്ത് എലമെന്റ്സിന്റെ ഡീലിംഗ് ആണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതാണ് അമേരിക്കയുടെ നീഡ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ഒപ്പോണന്റ് ആയിട്ടുള്ള ചൈനയാണ്. ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സിലുള്ള ആ ഒരു അപ്പം അങ്ങനെ ചൈനയുടെ ഈ ഒരു മോണോപോളി, ചൈനയുടെ ഈ റെയർ എർത്ത് എലമെന്റ്സിലുള്ള ഈ ഒരു ഡോമിനേഷൻ, ഇതെല്ലാം തന്നെ അമേരിക്കയെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനെ തുടർന്ന് അപ്പൊ അങ്ങനെ ബ്രസീലിന്റെ കയ്യിൽ നിന്നും ബൾബ് വാങ്ങി മടങ്ങിയിരിക്കുകയാണ് നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല ഫോണ്ടർ ലൈൻ. അതൊരു സൈഡിലിരിക്കെ അമേരിക്ക ഇപ്പോൾ പുതുതായിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏതാണ്ട് 1.4 ബില്യൺ അവർ ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന അമേരിക്ക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഡോളർ മുനീറില്ലേ, നമ്മുടെ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ, അപ്പം ഈ ഡോളർ മുനീർ ഏതാണ്ട് ക്രിപ്റ്റോ കറൻസി വയ നല്ല രീതിയിൽ ഫണ്ട് അമേരിക്കയുടെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ അമേരിക്കയെ ഒരു പക്ഷേ അമേരിക്കയിൽ ട്രംപിന്റെ ഓൺ ഫണ്ടിങ്ങിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ എന്നാലും ക്രിപ്റ്റോ കറൻസി വഴി നമ്മുടെ അസീം മുനീർ അഥവാ ഡോളർ മുനീർ അമേരിക്കയുടെ പക്കൽ നിന്ന് ഡോളർ ക്രിപ്റ്റോ കറൻസി വഴി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതൊരു സൈഡിലിരിക്കെ ഇപ്പം 1.25 ബില്യൺ അമേരിക്ക ഓഫർ ചെയ്യുകയാണ്. എവിടെയാണ്? പാകിസ്ഥാനാണ് ഈ ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫണ്ട് അമേരിക്ക കൊടുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടുക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനികൾ ഓൾറെഡി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പിലാണ്. ഞങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുത്തനും പൈസ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പാകിസ്ഥാൻ ഗവൺമെന്റ് ഈ പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് 5ന്റെ പൈസ കൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അവർ ഇതേപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് പാകിസ്ഥാൻ ചൈനയുമായിട്ട് ഇതേപോലെ ഡീലിങ്സ് ഏർപ്പെടുത്തി ചൈനയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് 5ന്റെ പൈസ ബലൂചിസ്ഥാന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടില്ല. പുതുതായിട്ടൊരു സ്കൂൾ പോലും പണിതിട്ടില്ല. കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു രീതിയിലുള്ള ഫണ്ടിങ്ങും അവർ നടത്തിയിട്ടില്ല. എന്തിനു ഭേദം ഒരു കക്കൂസോ കുളിമുറിയോ പോലും പണിത് കൊടുത്തിട്ടില്ല പാകിസ്ഥാന്റെ ഗവൺമെന്റ്. ഇത് കഴിഞ്ഞാൽ ഈ ചൈനീസ് പ്രോജക്റ്റ് ബലൂചിസ്ഥാനിൽ കൊണ്ടുവരുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത് ബലൂചിസ്ഥാനികൾക്ക് ജോലി കൊടുക്കും, ലോക്കൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് BLF അഥവാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് അഥവാ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഈ 2 സംഘടനകളും ഒരുപോലെ ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക ഒരു തരത്തിലുള്ള ഫണ്ടിങ്ങും പാകിസ്ഥാൻ ഗവൺമെന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു മുമ്പ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സർക്കാരിനെതിരെ ഡയറക്റ്റ് ആയിട്ട് ബലൂച്ചികളെ ഫണ്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബലൂചിസ്ഥാനിൽ ഇടപെട്ടൂടെ എന്നുള്ളതാണ് അവരുടെ നിലപാട്.
അതേ സാഹചര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ചൈനയെ പോലെ അമേരിക്കയുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ സ്ഥലങ്ങളിൽ വന്നിട്ട് ലൂട്ട് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ബലൂചിസ്ഥാനികളുടെ നിലപാട്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതാണ് ഒരു സൈഡിൽ. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ പാകിസ്ഥാന്റെ ആർമി മോസ്കുകളുടെ മേളിൽ ആക്രമണം നടത്തി എന്നുള്ള വാദം അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് വാദമല്ല, ശരിക്കും പാകിസ്ഥാന്റെ ആർമി ഖൈബർ പഖ്തൂൺവ മേഖലയിൽ മോസ്കുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന് ഇവർ പറയുന്നത് അവിടെ ഉള്ളിൽ ഈ തെഹരിക്ക് താലിബാനുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദികൾ ഉണ്ട് എന്നുള്ള ഇന്റലിജൻസ് ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോഴും അവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആർമി രാസായുധ പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവർ വീഡിയോ എടുത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ മണ്ണിലിങ്ങനെ കുഴിച്ചിങ്ങനെ തോണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും തീ കത്തുന്നത് പോലെ ഫോസ്ഫറസ് അതിന്റെ ഉള്ളിൽ നിന്നും കത്തുന്നതായിട്ടാണ് അവർ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തെളിവുകളായിട്ടാണ് അവർ സമർപ്പിക്കുന്നത്. ആ വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ വീഡിയോയുടെ വോളിയം ആ വീഡിയോയുടെ സൗണ്ട് എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. അവരിങ്ങനെ കുഴിച്ച് പോകുമ്പോഴത്തേക്കും തീ കത്തുന്നത്. അപ്പം ഇതേപോലത്തെ ആയുധങ്ങൾ ഇതാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതായത് സ്വന്തം രാജ്യത്തിലുള്ള അവരുടെ സ്വന്തം പൗരന്മാർക്കെതിരെയാണ് പാകിസ്ഥാൻ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് അവർ തീവ്രവാദം എന്ന് പാകിസ്ഥാൻ ഇതിനെ വിളിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ് ഇങ്ങനെ ഞങ്ങൾ പാകിസ്ഥാന്റെ ആർമിക്കെതിരെ ഞങ്ങള് സ്വന്തം രാജ്യത്ത് തന്നെ വിമതരായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിയത്. അപ്പൊ അങ്ങനെ ഖൈബർ പഖ്തൂൺവയിൽ നിന്ന് വരുന്ന വാർത്ത ഇതാണ്. ശരിക്കും അവരെ ഇങ്ങനെ ഭീകരരായിട്ട് മാറിയതിന്റെ യഥാർത്ഥ കാരണം പാകിസ്ഥാന്റെ ആർമിയാണെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാർത്തകൾ ഇനിയും ഒരുപാടുണ്ട്. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.